കരിക്കകം ഭഗവതി ചാമുണ്ടേശ്വരി കാർക്കൂന്തൽ മിനുക്കുമ്പോൾ കറുത്തവാവ് അതിൽ ചൂടുന്നൊരമ്പിളി പൂമൊട്ടു വിരിയുമ്പോൾ ഈരേഴുലകിലും പൂനില. പുണ്യപുരാതനമായ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ മഹാമഹത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 7, 8 തീയതികളിൽ രാവിലെ 8:40 തങ്കരഥത്തിൽ ദേവി എഴുന്നള്ളത്തും ഏപ്രിൽ 9 ബുധനാഴ്ച രാവിലെ 9:40 ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല ഭക്തിനിർഭരമായ ചടങ്ങിൽ നടക്കും. ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എഴുന്നള്ളിച്ച് ഉച്ചയ്ക്ക് 2:15 പൊങ്കാല തർപ്പണവും രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം കുരിശിക്കളത്തിൽ ദേവിയുടെ ഉടവാൾ എഴുന്നള്ളിച്ച് താന്ത്രിക വിധി പ്രകാരമുള്ള ഗുരുസിയും നടക്കും. കരിക്കകം ഭഗവതി ചാമുണ്ടേശ്വരി കാർക്കൂന്തൽ മിനുക്കുമ്പോൾ കറുത്തവാവ്. നമസ്കാരം. സത്യത്തിന്റെ സാക്ഷിയാണല്ലോ കരിക്കകത്തമ്മ. അതിന്റെ ചരിത്രം ഒന്ന് പറയാമോ? ഈ ലോകധർമ്മങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ഒരു നിയമം, അതിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ സത്യസന്ധത കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ സത്യത്തിന് സാക്ഷിയായ ദൈവം, അങ്ങനെ ഒരു മോട്ടോ ഇവർ ഇവിടെ ഉപയോഗിച്ച് കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഈ ഏതോ ഒരു കാലത്ത് ഒരു സത്യധർമ്മങ്ങൾ നിലനിർത്താൻ അല്ലെങ്കിൽ സത്യം കൃത്യപ്പെടുത്താൻ ഒരു ദേവിയോ അല്ലെങ്കിൽ ഒരു ദേവനെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു കർമ്മവ്യവസ്ഥ തുടങ്ങി വെച്ചതാണോ എന്ന് തോന്നും. അങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് പഴയ കാലത്ത് രാജവംശം അല്ലെങ്കിൽ രാജപാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ കുറ്റവാളികളെ ചില കുറ്റങ്ങളിൽ സംശയം ഇപ്പോൾ തെളിവുകളെല്ലാം അനുകൂലമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൃത്യത എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ക്ഷേത്ര സങ്കേതത്തിൽ കൊണ്ടുവന്ന് ഈ രക്തചാമുണ്ഡി എന്ന് പറയുന്നൊരു പ്രധാന ദേവിയാണ്. 3 ദേവിമാരുള്ളതിൽ ചാമുണ്ടിയും രക്തചാമുണ്ടി ബാലചാമുണ്ടി അങ്ങനെ 3 എണ്ണം. അതിൽ ഈ രക്തചാമുണ്ടിയുടെ നടക്കൽ കൊണ്ടുവന്ന് നിർത്തി ഈ ചോദ്യം ചോദിച്ചൊരു വിചാരണ ചെയ്യുന്നൊരു സമ്പ്രദായം പഴയ കാലം മുതൽ രാജവാഴ്ച ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ആ സത്യത്തിലുള്ള സത്യം എന്താണെന്ന് വെച്ചാൽ, ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു കൃത്യമായിട്ടുള്ള മറുപടി അല്ല ആ ആള് നടിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് എന്ന് വന്നാൽ, സത്യമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഈ ദേശം വിട്ട് ജീവനോടെ പോവില്ല എന്നാണ് ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ സത്യം സത്യമായിട്ട് തന്നെ ഇവിടെ ബോധിപ്പിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് വേണം എന്നുള്ളത് ഇവിടെയുള്ള ദേവിക്ക് തീരുമാനമുണ്ട്. അതുകൊണ്ട് ഈ സത്യം തെളിയിപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യം വരുമ്പോൾ മനുഷ്യനാണ്, നമുക്കൊക്കെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു ചോദ്യത്തിനൊരു കൃത്യമായ മറുപടി ഈ സങ്കേതത്തിൽ വെച്ചിട്ട് ചോദ്യം ചെയ്താൽ, വിചാരണ ചെയ്താൽ അതിനൊരു കൃത്യത ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം പഴയ കാലം മുതൽ തന്നെ. അതുകൊണ്ട് ഈ കരിക്കകത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനുള്ള മറുപടി ആർക്കാണ് എന്താണ് സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീരും എന്നുള്ളത് ഒരു ഉറച്ച വിശ്വാസമാണ്. അത് പഴയ കാലം മുതലുള്ളൊരു വിശ്വാസവുമാണ്. ഇന്നും അത് വളരെ കൃത്യമായിട്ട് തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. സത്യം ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത്ര ആവശ്യം വന്നാൽ മാത്രമേ ചെയ്യാവൂ എന്നും പറയാറുണ്ട്. എങ്കിലും അങ്ങനെ ഒരു കർമ്മ പദ്ധതി ഒന്നും ഇപ്പോൾ ചെയ്യുന്നൊന്നുമില്ല. ഈ അങ്ങനെ ഒരു ചരിത്രം ഈ ക്ഷേത്രത്തിന്, ഈ നാട്ടിൽ ഈ ദേശത്ത് നോക്കിയ പല ക്ഷേത്രങ്ങളും ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തില് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ക്ഷേത്ര സങ്കേതം ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടൊരു കാര്യമാണ്. അത് ഒരു അപൂർവമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതിൽ ചൂടുന്നൊരമ്പിളി പൂമൊട്ടു വിരിയുമ്പോൾ ഈരേഴുലകിലും. കരിക്കകം ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഈ ക്ഷേത്രത്തില് അല്ലെങ്കിൽ എൻ്റെ കുടുംബം തൃപ്പൂണിത്തുറയാണ്, ചോറ്റാനിക്കര തന്ത്രിയാണ്. അപ്പം ഇങ്ങനെ ഒരു തന്ത്ര
പാരമ്പര്യത്തിനെ ഈ ചുമതല ഏൽപ്പിക്കുക, ഇവിടുത്തെ തന്ത്രവൃത്തികൾ ചെയ്യണം എന്ന ആവശ്യമായിട്ട് ഏകദേശം ഒരു 26 കൊല്ലമായി ഇപ്പോൾ ഞാനിവിടെ വന്നു തുടങ്ങിയിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മറ്റു പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇവിടെ ഇതേപോലെ ഒരു പാരമ്പര്യമായിട്ടൊരു തന്ത്രി കുടുംബത്തിനെ ഈ ചുമതല ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഏൽക്കണം എന്നൊരു ആവശ്യമായിട്ട് ഇതിൻ്റെ ഈ ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഏകദേശം ഇപ്പോൾ ഒരു 26 കൊല്ലമായിട്ടുണ്ട് ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണ് ഒരു പാരമ്പര്യം. അതിനു മുന്നേ ഒരു തന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഒരു ആചാരക്രമം മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ വന്ന് ചുമതല ഏറ്റതിന് ശേഷം നിത്യകാര്യങ്ങൾക്കായാലും മാസവിശേഷങ്ങളും ആട്ടവിശേഷങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ ഒരു ആചാരക്രമം, നടന്നു വരുന്ന ആചാരക്രമം അനുസരിച്ചൊന്ന് ചിട്ടപ്പെടുത്തി ഇന്നത്തെ ഒരു വ്യവസ്ഥയിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടും അത് ഭഗവതി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം അതിനുശേഷമുള്ള നാടിൻ്റെയും നാട്ടുകാരുടെയും അല്ലെങ്കിൽ ഇവിടെ ആശ്രയിക്കുന്നവരുടെയും അനുഭവങ്ങൾ ആ രീതിയിലാണ് കണ്ടുവരുന്നത്. ഓരോ കൊല്ലം ഇവിടെ വരുമ്പോഴും ഇതിൻ്റെ ഉത്കർഷം ഉത്തരോത്തരം വർദ്ധിച്ചാണ് കാണുന്നത്. അതും വളരെയധികം ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ദേവിക്ക് പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും പൂജകൾ അർപ്പിക്കാറുണ്ട്? ഈ ഓരോ ക്ഷേത്രങ്ങളും വൈവിധ്യ സ്വഭാവങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരൊക്കെ സാധാരണ നിലയ്ക്ക് പറഞ്ഞാൽ കുറച്ച് സ്വാർത്ഥമോഹികളാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്വാർത്ഥതയിൽ നിന്നുണ്ടാവുന്നതാണ് ഈ പ്രത്യേകമായിട്ടുള്ള ചില സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടാവാം, ഈ കുടുംബപരമായിട്ട് ദുഃഖങ്ങൾ. ഇതിനെല്ലാം തന്നെ ഒരു അറുതി എന്നുള്ള നിലയ്ക്ക് എന്ത് തന്നെയായാലും ഒരു മനസ്സുകൊണ്ട് അത് ദേവിയായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ രീതിയിൽ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രത്യേക ആചാരമുള്ളത്. രക്തചാമുണ്ഡിയുടെ നമുക്ക് വേണ്ടി നട തുറന്ന് തരുമ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഒരു മാനസപൂജ ആ ദേവിയായിട്ട് നേരിട്ട് ചെയ്യാം. എനിക്കിങ്ങനൊരു ദുഃഖമുണ്ട്, ഇനി ആ ദുഃഖത്തിനൊരു അറുതി ഉണ്ടാക്കി തരണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാം. ഇനി അതല്ല, എനിക്ക് ഇന്ന തരത്തിലുള്ള സുഖമുണ്ട്, ഒരു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു അവസരം ഒരു നിത്യവും ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്നതാണ്. അതിന് നട തുറപ്പെന്നാണ് അതിന് പറയാറ്. നട തുറപ്പെന്ന് പറയുമ്പോൾ നട തുറന്ന് ഭഗവതി നമ്മളുടെ നേരെ നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, എന്താണ് നമ്മൾ വിചാരിക്കുന്നത് എന്നുള്ളത് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. മനസ്സുകൊണ്ട് എന്താണ് അവരവിടെ പറയുന്നത്, എന്താണ് സ്മരിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതും മുമ്പ് പറഞ്ഞതുപോലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അത് ഒരാവശ്യം പറഞ്ഞാൽ അത് ന്യായമാണ് എങ്കിൽ ഒട്ടും താമസമില്ലാതെ തന്നെ അതിനൊരു സമാധാനം ഭഗവതി ഉണ്ടാക്കി തരും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ആ ആചാരവും അനുദിനം കൂടി വരുന്നതായിട്ട് ഇവിടെ കണ്ടിട്ടുള്ളത്. അത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊരു പ്രത്യേകതയായിട്ട് ഇവിടെ തോന്നാറുണ്ട്. ഈ നട തുറന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അധികവും കണ്ടിട്ടുള്ളത് ഈ വിഷമിക്കുന്ന ഒരു മുഖത്തോടു കൂടി ഉള്ള ജനങ്ങളാണ്. അപ്പോൾ അത് എന്താണ് നിങ്ങളുടെ ദുഃഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവതിയായിട്ട് നേരിട്ട് സമ്പർക്കം, അതിന് സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിലെ വാസ്തവം. ശരി. കരിക്കകം ഭഗവതി ചാമുണ്ടേശ്വരി കാർക്കൂന്തൽ മിനുക്കുമ്പോൾ കറുത്തവാവ്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. തലമുറക്കാരും ജ്യോതിഷ പണ്ഡിതന്മാരും 600 വർഷത്തിലേറെ പഴക്കം നിർണയിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് അറിയപ്പെടുന്നത്. വനശൈലാദ്രി സ്ഥാനനിവാസിയായ ദേവിയുടെ ആഗമനം ദക്ഷിണപൂർവ്വ ഭാഗത്തു നിന്നാണെന്നും വേദശാസ്ത്ര വിജ്ഞാനിയായ ഒരു ബ്രാഹ്മണ ആചാര്യന്റെ ഉപാസനാമൂർത്തിയായി പരിലസിച്ചിരുന്ന ആ ദേവിയെ തന്ത്രിവര്യന്റെ സന്തത സാഹചാരിത്യം സിദ്ധിച്ച മടത്തുവീട് തറവാട്ടിലെ കുടുംബക്കാരനവരായ യോഗിവര്യന് ഉപാസിച്ചു കൊള്ളാൻ തന്ത്രി ഉപദേശിച്ചിട്ടുള്ളതും അപ്രകാരം സിദ്ധിച്ച ദേവി ഒരു ബാലികാരൂപത്തിൽ സാന്നിധ്യം ചെയ്ത് ഗുരുവിൻ്റെയും യോഗീശ്വരൻ്റെയും കൂടെ പുറപ്പെട്ട് തറവാട്ടിൽ കരിക്കകം ക്ഷേത്രസ്ഥാനത്ത് വന്ന് പച്ചപ്പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തുകയും അതിനുശേഷം ക്ഷേത്രം പണികഴിപ്പിച്ച് ഗുരുവിനെ കൊണ്ട് തന്നെ വിധിപ്രകാരം ദേവിയെ പ്രതിഷ്ഠിച്ച്
പൂജാതി കർമ്മങ്ങൾ നടത്തിയതിൽ ദേവി ആരാധനാമൂർത്തിയായി സാന്നിധ്യം ചെയ്ത് ത്രിഗുണാത്മികയായും ഭക്തർക്ക് അഭീഷ്ടവരദായിനിയായും പരിലസിച്ചു പോരുന്നു. മുൻകാലങ്ങളിൽ ദിക്കുബലി എന്ന ഒരു ചടങ്ങിന് ദേവി പുറത്തെഴുന്നള്ളുമായിരുന്നു. കോളറ, വസൂരി തുടങ്ങിയ മാരകരോഗങ്ങൾ നാട്ടിൽ പടർന്നു പിടിക്കുമ്പോൾ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് അത്തരത്തിൽ ഒരു ചടങ്ങ് നടത്തിയിരുന്നത്. അതിന് നിർബന്ധമായും പരമ്പരാഗത രീതിയിലുള്ള വാദ്യമേളങ്ങൾ ഉണ്ടായിരിക്കും. അനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ചെയ്ത് ഉദ്ദേശം 8 കിലോമീറ്റർ ചുറ്റളവിൽ 4 ദിക്കുകളിലായി ഇതിൻ്റെ പൂജകളും കുരുതിയും നടത്തിയിരുന്നു. ഇന്ന് അത് ഉത്സവനാളിൽ ദേവിയുടെ പുറത്തെഴുന്നള്ളത്തായി ആചരിച്ചു വരുന്നു. ചരിത്രകാരന്മാരും തലമുറയും ജ്യോതിഷ പണ്ഡിതന്മാരും ഏകദേശം 600 വർഷത്തിലേറെ പഴക്കം നിർണ്ണയിക്കുന്ന ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ മഹാമഹം ഗുരുപൂജയോടുകൂടി ആരംഭിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല ഏപ്രിൽ മാസം 9-ാം തീയതി ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് പൊങ്കാല. ശ്രീ പുലിയന്നൂർ നാരായണൻ ആഞ്ജൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം 9:15 പൊങ്കാലയ്ക്ക് അഗ്നി ജ്വലിപ്പിക്കുന്നു. അതിനുശേഷം 2:15 ദേവിയുടെ ഉടവാൾ പൊങ്കാല കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല നിവേദ്യം, പൊങ്കാല തർപ്പണം നടത്തുന്നു. പൊങ്കാലയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ട്രസ്റ്റും സർക്കാരും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം പറയുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പൊങ്കാല മഹോത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിലേക്ക് വേണ്ടി ശ്രീ കടകംപള്ളി സുരേന്ദ്ര സാറിൻ്റെ നേതൃത്വത്തിൽ 2 അവലോകന യോഗം നടന്നിരുന്നു. ഉത്സവത്തിന് വേണ്ടി KSRTC ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഡിപ്പോകളിൽ നിന്നും ദിവസവും ആവശ്യാനുസരണം സർവീസുകൾ നടത്തുന്നുണ്ട്. പൊങ്കാല ദിവസം 200-ൽ പരം സർവീസുകൾ നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് KSRTC പുതിയൊരു ബസ് റൂട്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളെയും കോർത്തിറക്കിക്കൊണ്ട് അനന്തപുരി ബസ് റൂട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ബസ് തന്നെ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവീനട ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ സ്ഥാനത്താണ് ദേവി കുടികൊള്ളുന്നത്. മുൻകാലങ്ങളിൽ വെള്ളിമുഖത്തോടു കൂടിയ കലമാൻ കൊമ്പിൽ മൂലസ്ഥാനത്ത് പീഠത്തിലുള്ള പ്രതിഷ്ഠയായിരുന്നു. പ്രശ്നവിധിയിൽ ഭക്തർക്ക് ദേവിയുടെ രൂപം കണ്ട് തൊഴുതു പ്രാർത്ഥിക്കാൻ വിഗ്രഹപ്രതിഷ്ഠ വേണം എന്ന് കണ്ടതിനെ തുടർന്ന് തച്ചുശാസ്ത്രവിധി പ്രകാരം പഴയ ശ്രീകോവിൽ അതേ അളവിൽ നിർമ്മിച്ച് ദേവിയെ പഞ്ചലോക വിഗ്രഹത്തിൽ ഷഡധാരവിധി പ്രകാരം പ്രതിഷ്ഠിച്ചിരുന്നു. നിത്യശാന്തിക്കും മാറാരോഗങ്ങൾ മാറുന്നതിനും രോഗശാന്തിക്കും വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ദേവിയെ ദിനംപ്രതി തൊഴുതുമടങ്ങുന്നു. ഭക്തർക്ക് പ്രത്യേകമായി ദേവിക്ക് ഒരു നേരത്തെ പൂജ നടത്താവുന്നതാണ്. ഇത് ദേവീനടയിലെ പൂജയെന്നാണ് അറിയപ്പെടുന്നത്. കഷ്ടതകളും ദുരിതങ്ങളും ദേവീ കടാക്ഷത്താൽ മാറിക്കിട്ടുന്നതിനാണ് ഈ പൂജ നടത്തുന്നത്. കടുംപായസമാണ് ദേവിയുടെ ഇഷ്ടനിവേദ്യം. അർച്ചന, രക്തപുഷ്പാർച്ചന, സ്വയംവരാർച്ചന, സഹസ്രാർച്ചന, പാൽപായസം, പഞ്ചാമൃതാഭിഷേകം, നെയ്വിളക്ക്, വെച്ചുനിവേദ്യം, പൗർണമി പൂജ, സാരിച്ചാർത്ത്, പിടിപ്പണം വാരൽ, ഉടയാടകൾ, നേർച്ച എന്നിവ ഈ നടയിൽ വഴിപാടായി നടത്താവുന്നതാണ്. രാവിലെ നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ ഉടൻ ദേവിക്ക് നടത്താവുന്ന വഴിപാടാണ് പഞ്ചാമൃതാഭിഷേകം. കാര്യങ്ങൾ താമസം കൂടാതെ നടക്കുന്നതിനും ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിനുമായി ദേവിക്ക് തുടർച്ചയായി 13 വെള്ളിയാഴ്ച രക്തപുഷ്പാർച്ചന നടത്തുന്നതും ദേവീ ദർശനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. അതുകൂടാതെ ദേവീനടയിൽ നിന്നും ദേഹസൗഖ്യത്തിനും ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കാതിരിക്കുന്നതിനും ബാധകൾ കൊണ്ടുള്ള ദോഷങ്ങൾ മാറുന്നതിനും ചരട് ജപിച്ചു കെട്ടുന്നു. തകിടെഴുതി ദേവീപാദത്തിൽ വെച്ച് 21 ദിവസം പൂജിച്ചു കെട്ടുന്നത് പ്രസവരക്ഷയ്ക്കും ദേഹരക്ഷയ്ക്കും മറ്റു ദോഷങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്കും വളരെ ഉത്തമമാണ്. കരിക്കകം ഭഗവതി ചാമുണ്ടേശ്വരി കാർക്കൂന്തൽ മിനുക്കുമ്പോൾ കറുത്തവാ. പുരാതനമായ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ 1-ാം നാളാണ് ഇന്ന്.
ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുകയാണെങ്കിൽ ഏതാണ്ട് 700ഓളം കൊല്ലം പഴക്കമുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതിന് രേഖകൾ അന്വേഷിക്കുകയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ ആർക്കീവ്സിൽ ചെമ്പോല രേഖകളുണ്ടെന്നും അതുകൂടാതെ ആധുനിക കാലത്ത് സെൻസസ് ഓഫ് ഇന്ത്യ ടെമ്പിൾസ് ഓഫ് കേരള എന്ന് പറഞ്ഞ പുസ്തകം ശ്രീ ജയശങ്കർ എഴുതിയതിനകത്താണ് ഇതൊരു മേജർ ക്ഷേത്രമായിട്ട് 700 കൊല്ലമായിട്ട് നടന്നു വരുന്ന ഒരു പുണ്യക്ഷേത്രമാണെന്നും അങ്ങ് വടക്ക് നാട്ടിൽ നിന്ന് ഒരു കാരണവർ ദേവിയെ ആവാഹിച്ചു കൊണ്ടുവന്ന് ഇവിടെ മടത്തിൽ വീട്ടിൽ പച്ചപ്പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തിയതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഈ അമ്പലവും ബാക്കി കാര്യങ്ങളുമൊക്കെ നടന്നിരിക്കുന്നത്. നമുക്ക് മുഖ്യമായിട്ട് 7 ദിവസത്തെ ഉത്സവമാണ്. 7 ദിവസത്തെ ഉത്സവം തുടങ്ങുന്നത് ആ ദേവിയെ കൊണ്ടുവന്നിരുത്തിയ ഗുരുവിനെ മന്ത്രമൂർത്തിയെ സമർപ്പിച്ചുകൊണ്ട് ഗുരുപൂജയോടുകൂടിയാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് യഥാർത്ഥ ഉത്സവം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് സാംസ്കാരിക സമ്മേളനം ഉണ്ടാവും. ഇന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയും ഉദ്ഘാടകനും ശ്രീമാൻ കെ.ബി. ഗണേഷ് കുമാർ അവർകൾ, ഗതാഗത മന്ത്രി അവർകളാണ് നടപ്പാക്കുന്നത്. എല്ലാ കൊല്ലവും കരിക്കയം ക്ഷേത്രം ഒരു പുരസ്കാരം സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മ ചെയ്യുന്ന ഒരാളിന് ഒരു പുരസ്കാരം നൽകുന്നതാണ്. ആ പുരസ്കാരം ഇക്കൊല്ലം ശ്രീമാൻ ചെങ്കൽ രാജശേഖരൻ അവർക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കരിക്കയം ക്ഷേത്രം കലാപരിപാടികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നാടൻ കലകളെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കലകളെയും പ്രോത്സാഹനം കൊടുക്കാൻ ഒരു കലാപീഠം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ കലാപരിപാടികളും ഇതിൻ്റെ കൂടെ പോകുന്നു. കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ നടൻ ജയസൂര്യ ആണ്. പിന്നെ മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് അന്നദാന സദ്യയാണ്. ഇവിടെ 5 ദിവസം, ആദ്യത്തെ 5 ദിവസവും കരിക്കയം ക്ഷേത്രത്തിൽ അന്നദാന സദ്യയായിട്ട് ആണ് അന്നം നടത്തുന്നത്. അത് ഒരു 3-4 കൊല്ലം മുമ്പേ, കോവിഡിന് ജസ്റ്റ് മുമ്പ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരെ എത്തിപ്പറ്റിയതാണ്. പക്ഷേ പിന്നെ നിന്നുപോയി, കോവിഡ് വന്നുകൊണ്ട് 3 കൊല്ലം നിന്നുപോയി. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ തുടങ്ങാനുള്ള ആരംഭമാണ്. ഇക്കൊല്ലം 1200 പേർക്ക് ഒരേ സമയത്തിരുന്ന് വിഭവമായിട്ട് സദ്യ കഴിക്കാനുള്ള ഒരു അന്നദാന മണ്ഡപം പണി കഴിപ്പിച്ചു. അത് നമ്മുടെ ബഹുമാന്യനായ കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ തറക്കല്ലിടുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ആദ്യത്തെ സദ്യ അവിടെ വിളമ്പി കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ ക്ഷേത്രത്തിന് പണ്ട് കാലങ്ങളിൽ ദിക്ക് ബലി, 8 ദിക്കിലും ബലി എന്നുണ്ടായിരുന്നു. അപ്പം ദേവി നാട്ടുകാരെ അനുഗ്രഹിക്കുന്ന ഒരു സംഗതിയായിരുന്നത്. കാലക്രമേണ ദിക്ക് ബലിക്ക് പകരം ഇപ്പം തങ്കരഥത്തിൽ ദേവിയെ എഴുന്നള്ളത്താണ്. ഈ കൊല്ലം 2 ദിവസമാണ്. 5-ാം ദിവസവും 6-ാം ദിവസമാണ് തങ്കരഥത്തിൽ എഴുന്നള്ളത്തുന്ന. ഈ പ്രദേശം മൊത്തത്തിൽ ദേവി എഴുന്നള്ളി എല്ലാ വീട്ടു നടയിലും പോയി പ്രജകളെ അനുഗ്രഹിച്ച് തിരിച്ചു എത്തുന്നു. അവസാനത്തെ ദിവസം കരിക്കയം പൊങ്കാലയാണ്. മഹത്തായൊരു പൊങ്കാല. 10-15,000 പേരോളം ഈ ചുറ്റളവിൽ തന്നെ പൊങ്കാല ഇടുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ളത്. രക്തചാമുണ്ഡി നട ക്ഷിപ്രപ്രസാദിനിയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയുമായ ശ്രീ രക്തചാമുണ്ഡി കുടികൊള്ളുന്ന ആലയമാണ്. ഇവിടെ രൗദ്രഭാവത്തിലുള്ള രക്തചാമുണ്ഡി ദേവിയുടെ ചുവർച്ചിത്രമാണ്. പണ്ട് രാജഭരണകാലത്ത് നീതി നിർവഹണത്തിന് വേണ്ടി ഈ സങ്കേതത്തിൽ വന്ന് സത്യം ചെയ്യുക എന്നത് ഒരു ചടങ്ങായിരുന്നു. കോടതി, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ തെളിയാത്ത കേസുകൾക്ക് ഈ നടയിൽ വന്ന് സത്യം ചെയ്യുന്നത് നിത്യസംഭവമാണ്. ഇപ്പോഴും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പണമിടപാടുകളിലെ പിശകുകൾക്കും മോഷണങ്ങൾക്കും പിടിച്ചുപറി, തട്ടിപ്പ്, ജോലി സംബന്ധമായ തടസ്സങ്ങൾ, വസ്തു ഇടപാടിലെ തർക്കം എന്നിവയ്ക്ക് 151 രൂപ പിഴയടച്ച് നട തുറന്ന് സത്യം ചെയ്യുകയും വിളിച്ചപേക്ഷിക്കുന്നതും തീർപ്പ് കൽപ്പിക്കുന്നതും ഇവിടുത്തെ നിത്യസംഭവങ്ങളാണ്. ഈ നടയിലെ പ്രധാന പൂജ ശത്രുസംഹാര പൂജയാണ്. വിളിദോഷങ്ങൾ മാറുന്നതിനും ക്ഷുദ്രപ്രയോഗങ്ങൾ, പുതിയതായി ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ, കൈവിഷം, ദൃഷ്ടിദോഷം, ജാതകദോഷം, ശത്രുക്കൾ മുഖാന്തരമുണ്ടാകുന്ന ചതിപ്രയോഗങ്ങൾ എന്നിവയ്ക്ക് മുക്തി ലഭിക്കുന്നതിനാണ് പ്രത്യേക പൂജ നടത്തുന്നത്. രക്തചാമുണ്ഡിക്ക് കടുംപായസം, ചുവന്ന പട്ട്, പാവാട, തെറ്റിഹാരം, കോഴി, കിട എന്നീ നേർച്ചകളും സ്വർണത്തിലും വെള്ളിയിലുമുള്ള പണ്ടങ്ങളും ആയുധങ്ങളും ദേവിക്ക് നടയ്ക്ക് വയ്ക്കാവുന്നതാണ്.
ഈ നടയിലെ നടതുറപ്പ് നേർച്ച ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 7:15 മുതൽ 11 മണി വരെയും വൈകുന്നേരം 4:45 മുതൽ 6 മണി വരെയും നടത്താവുന്നതാണ്. ഈ നടയിലെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങായ നടതുറപ്പ് നേർച്ച നടത്തുന്നതിന് ദിനംപ്രതി അനേകം പേരാണ് വന്നെത്തുന്നത്. ഓം ശ്രീ ചാമുണ്ഡി നമഃ. എൻ്റെ പേര് എസ് ഗോപകുമാർ, ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റ് ട്രഷററാണ്. 3-ാം തീയതി ഉത്സവ മഹാമഹം സമാരംഭിക്കുകയാണ്. 9-ാം തീയതി പൊങ്കാലയോടുകൂടി ഈ ഉത്സവ മഹാമഹം സമാപിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഒരേ ഒരു ദേവി 3 ഭാവങ്ങളിൽ ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ചാമുണ്ഡി ദേവിയായും രക്തചാമുണ്ഡിയായും ബാലചാമുണ്ഡിയായും 3 ഭാവങ്ങളിലാണ് ഭക്തരെ ദേവി അനുഗ്രഹിക്കുന്നത്. രക്തചാമുണ്ഡി നടയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. കാരണം സത്യം ചെയ്യിക്കുന്ന നട, സത്യം ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ദേവിയുടെ മുൻപിൽ, അതായത് കള്ളസത്യം ചെയ്യുന്നവർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്ന ദേവിയാണ്. പണ്ട് കാലങ്ങളിൽ കോടതികളിൽ പോലും തെളിയിക്കപ്പെടാത്ത കേസുകൾ ഈ നടയിൽ കൊണ്ടുവന്ന് സത്യം ചെയ്യിച്ച് സത്യം തെളിയിച്ചിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. കള്ളസത്യം ചെയ്യുന്നവർക്ക് ദേവി അപ്പോൾ തന്നെ അതിനുള്ള കടുത്ത ശിക്ഷയും നൽകിയിരുന്നു. അതുപോലെ തന്നെ ബാലചാമുണ്ഡി നട കുട്ടികൾക്കും കല്യാണം നടക്കാതെ ഇരിക്കുന്നവർക്ക് ഈ ദേവിയെ വന്ന് നട തുറന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും അവരുടെ ആഗ്രഹ സാഫല്യം സംഭവിക്കുകയും ചെയ്യുന്നു. അതുപോലെ രക്തചാമുണ്ഡി നടയും ഭക്തർക്ക് വന്ന് നട തുറന്ന് പ്രാർത്ഥിക്കുവാനുള്ള, അതായത് ആ ഭക്തന് വേണ്ടി മാത്രം നട തുറന്ന് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. രാജകൊട്ടാരത്തിൽ ഒരിക്കൽ കളവ് പോയ മുതൽ അവർ കണ്ടുകിട്ടാതെ വിഷമിച്ച് രാജാവും കുടുംബാംഗങ്ങളും ഇവിടെ വരികയും ഈ നടയിൽ വന്ന് സത്യം ചെയ്യുകയും അവർക്ക് ആ കളവ് പോയ ആഭരണം തിരിച്ചു കിട്ടി വളരെ സന്തുഷ്ടരായി. ഒരു വർഷത്തെ, അന്ന് അടക്കിക്കൊട മഹോത്സവം എന്നാണ് പറയുന്നത്, ആ ഒരു വർഷത്തെ അടക്കിക്കൊട മഹോത്സവം രാജാവ് നടത്തിയിട്ടുള്ളതും ചരിത്രത്തിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പൊങ്കാല മഹോത്സവമായാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും മീനമാസത്തിലെ മകം നാളിലാണ് ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല. 9-ാം തീയതിയുള്ള പൊങ്കാല അർപ്പിക്കുവാനായി ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തർ എത്തുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരള സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റുള്ള സന്നദ്ധ സംഘടനകളും ശ്രീ ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഭക്തർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നേരിടാതിരിക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. കരിക്കകം ഭഗവതി ചാമുണ്ടേശ്വരി കാർക്കൂന്തൽ മിനുക്കുമ്പോൾ കറുത്തവാവ്. ബാലചാമുണ്ഡി നട ശാന്തസ്വരൂപിണിയും ഐശ്വര്യപ്രധായിനിയുമായ ശ്രീ ബാലചാമുണ്ഡി ദേവി കുടികൊള്ളുന്ന ആലയമാണ്. ഇവിടെ സൗമ്യരൂപത്തിലുള്ള ശ്രീ ബാലചാമുണ്ഡി ദേവിയുടെ ചുവർച്ചിത്രമാണ്. ദേവി നടയ്ക്കും രക്തചാമുണ്ഡി നടയ്ക്കും തൊട്ട് തെക്ക് വശത്തായി ചാമുണ്ഡി വിഗ്രഹം കഴിഞ്ഞ് കോപമെല്ലാം ശമിച്ച് ശാന്തരൂപത്തിൽ ദേവി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ദേവിയുടെ സൗമ്യരൂപത്തിലുള്ള സങ്കല്പമായതിനാൽ കൂടുതലും കുട്ടികൾക്കുള്ള നേർച്ചയാണ് ഈ നടയിൽ നടത്തപ്പെടുന്നത്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം സിദ്ധിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബാലാരിഷ്ടതകൾ മാറുന്നതിനും 151 രൂപ പിഴയടച്ച് നട തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദേവി അതിന് ഉടനടി അനുഭവം നൽകുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ നട തുറന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ ഭക്തജനങ്ങൾ നേർച്ചയായി പ്രത്യേക പൂജ നടത്തുന്നു. കടുംപായസം, പട്ട്, മുല്ല, പിച്ചി എന്നിവയിലുള്ള ഹാരങ്ങൾ, ഉടയാടകൾ, സ്വർണം, വെള്ളി എന്നിവയിലുള്ള രൂപങ്ങൾ, സന്താനലബ്ധിക്കായി തൊട്ടിലും കുഞ്ഞും, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, മറ്റ് സാധനങ്ങൾ, കുഞ്ഞൂണ്, തുലാഭാരം എന്നീ നേർച്ചകൾ നടത്താവുന്നതാണ്. വിദ്യാഭ്യാസം, കലാസാംസ്കാരിക രംഗങ്ങളിൽ ഉയർച്ചയുണ്ടാകുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിനും വേണ്ടി ഇവിടെ നട തുറന്ന് പ്രാർത്ഥിക്കുവാൻ
വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കരിക്കകം ഭഗവതി ചാമുണ്ടേശ്വരി കാർക്കൂന്തൽ മിനുക്കുമ്പോൾ കറുത്തവാവ് അതിൽ ചൂടുന്നൊരമ്പിളി പൂമൊട്ടു വിരിയും. ഗുരുമന്ദിരം ദേവിയുടെ ആലയത്തിന് തൊട്ടു വടക്കുഭാഗത്തായി നിരയും വീടിന്റെ മാതൃകയിൽ കാണുന്ന ആലയമാണ് ഗുരുമന്ദിരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് പണ്ടുകാലത്ത് ദേവിയെ കൊണ്ടുവന്ന യോഗീശ്വരന്റെ കുടുംബത്തറവാടായിരുന്നു. ഇവിടെയാണ് ദേവിയെ ആദ്യമായി കൊണ്ടുവന്ന് യോഗീശ്വരനും ഗുരുവും ചേർന്ന് പച്ചപ്പന്തൽ കെട്ടി കുടിയിരുത്തുകയും അതിനുശേഷം ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അമ്പലങ്ങൾ പണികഴിപ്പിച്ച് ദേവിയെ ഇന്ന് കാണുന്ന ആലയങ്ങളിൽ ഗുരു പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. ഇവിടെയാണ് ദേവിയുടെ മൂലസ്ഥാനം. പിന്നീടത് ദേവിയെ പ്രതിഷ്ഠിച്ച ഗുരുവിൻ്റെയും മന്ത്രമൂർത്തിയുടെയും ആലയങ്ങളായി പരിപാലിച്ചു വരുന്നു. ഇവിടുത്തെ പ്രത്യേകത ഗുരുവിനും മന്ത്രമൂർത്തിക്കും ആരാധനയ്ക്ക് പ്രത്യേകം മൂർത്തിഭാവമില്ല, സങ്കല്പം മാത്രമേയുള്ളൂ. ക്ഷേത്രത്തിൽ വർഷം തോറും ഉത്സവ മഹാമകം ആഘോഷിക്കുമ്പോൾ ഇവിടെയാണ് ആദ്യത്തെ പൂജ നടക്കുന്നത്. ഇത് ഗുരുപൂജ എന്നാണ് അറിയപ്പെടുന്നത്. ഗുരുമന്ദിരത്തിൽ വർഷം തോറും കർക്കിടക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിന് മന്ത്രമൂർത്തിയുടെ ശ്രാദ്ധമൂട്ട്, സായൂജ പൂജ എന്നീ വിശിഷ്ടമായ പൂജകളോടും സദ്യയോടും കൂടി ആഘോഷിക്കുന്നു. ഈ നടയിൽ ചാർത്തുന്നതിന് ഭക്തജനങ്ങൾക്ക് പീച്ചിഹാരം, രുദ്രാക്ഷമാല, പുളിയിലക്കര നേരിയത് എന്നിവ നേർച്ചയായി സമർപ്പിക്കാവുന്നതാണ്. കരിക്കകം ഭഗവതി ചാമുണ്ടേശ്വരി കാർക്കൂന്തൽ മിനുക്കുമ്പോൾ കറുത്തവാവ് അതിൽ ചൂടുന്നൊരമ്പിളി പൂമൊട്ടു വിരിയുമ്പോൾ ഈരേഴുലകിലും പൂനിലാവ് മണ്ണിൽ ഓരോ മനസ്സും മാൻകിടാവ് പുള്ളിമാൻകിടാവ്. ക്ഷേത്രത്തിലെ പൂജാവിധികളെ കുറിച്ച് 2 വാക്ക് പറയാം. ഈ ക്ഷേത്രത്തിൽ നിത്യേന 3 പൂജയാണുള്ളത്. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ. അതുപോലെ വഴിപാടായിട്ട് മിക്കവാറും സർവാലങ്കാര പൂജ, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി ദേവിമാർക്കും പൂജ. ഇങ്ങനെയാണ് നിത്യേനയുള്ള പൂജാവിധാനം. ഉത്സവവുമായി ബന്ധപ്പെട്ട നിത്യപൂജകളല്ലാതെ എന്തെല്ലാം വഴിപാടുകളാണുള്ളത്? ഉത്സവവുമായി ബന്ധപ്പെട്ട് നിത്യപൂജകളല്ലാണ്ട് ദിവസവും ദേവിക്ക് 5 പൂജയായിട്ടാണ്. അതായത് ഉഷപൂജ, എതിർത്ത പൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ. അതുപോലെ നിത്യവും ദേവിക്ക് ഈ ഉത്സവകാലത്ത് നിത്യവും ദേവിക്ക് പഞ്ചഗവ്യ നവകലശാഭിഷേകത്തോടുകൂടി പൂജയുണ്ട്. ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണ്? ക്ഷേത്രത്തിൽ ഒരു വർഷത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നവരാത്രി, അതുപോലെ വിനായക ചതുർത്ഥി, മണ്ഡല കാലത്ത് ശാസ്താവങ്കൽ വിശേഷമായിട്ടുള്ള പൂജകളുണ്ട്. പിന്നെ ഉത്സവം, ഈ ഉത്സവത്തിനോട് ബന്ധപ്പെട്ട് തന്നെ അവിടെ ഗുരുവിനും മന്ത്രമൂർത്തിക്കുമൊക്കെ വിശേഷാലായിട്ട് പൂജകളുണ്ട്. പിന്നെ വിഷു, അതുപോലെ കർക്കിടക മാസത്തിൽ നിത്യവും ഗണപതി ഹോമവും ഭഗവതി സേവയും ഉണ്ട്. ഇത്രയുമാണ് ഒരു വർഷത്തെ വിശേഷമായിട്ടുള്ള പൂജാവിധാനങ്ങൾ. പൊങ്കാല ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ 7ാം ഉത്സവ ദിവസം നടക്കുന്ന അതിപ്രധാനവും അതിവിശിഷ്ടവും ലക്ഷക്കണക്കിന് സ്ത്രീഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതുമായ ചടങ്ങാണിത്. പണ്ട് ദേവിയെ ഗുരുവും മന്ത്രമൂർത്തിയും ചേർന്ന് കരിക്കകം ദേശത്ത് കൊണ്ടുവന്ന് തറവാട് മുറ്റത്ത് പച്ചപ്പന്തൽ കെട്ടി പ്രതിഷ്ഠ നടത്തിയ സമയത്ത് സ്ത്രീഭക്തജനങ്ങൾ ദേവിക്ക് പന്തൽ മുറ്റത്ത് മൺകലങ്ങളിൽ പായസം തയ്യാറാക്കി നിവേദിച്ചുവെന്നത് ചരിത്രം. പിന്നീട് ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ച വേളയിൽ വെച്ചു നിവേദ്യം എന്ന പേരിൽ നിവേദ്യമായി ആചരിച്ചു. കാലക്രമേണ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഈ വിഷയം തെളിയുകയും ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം ദേവി കരിക്കകം ദേശത്ത് വന്നതിൻ്റെ സ്മരണാർത്ഥം പഴയകാലത്ത് സ്ത്രീജനങ്ങൾ പൊങ്കാലയർപ്പിച്ച് ദേവിയെ എതിരേറ്റതുപോലെ ആണ്ടുതോറും മീനമാസത്തിലെ മകം നാളിൽ
ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് ദേവി കടാക്ഷത്തിനായി പ്രാർത്ഥിക്കുകയും ദേവി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. രാവിലെ 9:40 ആരംഭിക്കുന്ന പൊങ്കാല ഉച്ചയ്ക്ക് 2:15 തർപ്പണത്തോടുകൂടി അവസാനിക്കുന്നു. കരിക്കകം ഭഗവതി ചാമുണ്ടേശ്വരി കാർക്കൂന്തൽ മിനുക്കുമ്പോൾ കറുത്തവാവ് അതിൽ ചൂടുന്നൊരമ്പിളി പൂമൊട്ടു വിരിയുമ്പോൾ ഈരേഴുലകിലും പൂനിലാവ് മണ്ണിൽ ഓരോ മനസ്സും മാൻകിടാവ് പുള്ളിമാൻകിടാവ്.